ഹായ്, ഇന്ന് ഞാനുള്ളത് കുറേ കാലമായി ഞാൻ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഇവിടേക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കപ്പലിലെത്തുന്ന കടലിൽ നിന്നുള്ള കാഴ്ചകളും പിന്നെ വളരെ പ്രസിദ്ധമായ റിയോ ഡി ജനീറോയിലെ ലോകാത്ഭുതങ്ങളിലൊന്നായ ക്രൈസ്റ്റ് ദ റിഡീമറിൻ്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ ഷിപ്പ് റിയോയുടെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് വരുന്ന ബോട്ടാണിത്. പരിശീലനം ലഭിച്ച ഈ പൈലറ്റുമാരാണ് കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുന്നത്. ആ ദൂരെ കാണുന്നതാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ക്രൈസ്റ്റ് ദി റിഡീമർ. ഷിപ്പിലേക്ക് പൈലറ്റ് കയറി അത് കഴിഞ്ഞിട്ട് അവരുടെ ബോട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. ഈ മലയിടുക്കുകളും കടലും കൂടി ഞെരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രസീൽ, അല്ലെങ്കിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന് പറയുന്ന സ്ഥലം. സമയം ഏകദേശം 4 മണിയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റേതായ നല്ല ചൂടുണ്ട്. ഒരു ചെറിയ ഫിഷിംഗ് ബോട്ട് പോകുന്നത് കണ്ടോ. കോസ്റ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഫവലോസ എന്ന് പറയുന്ന ഷിപ്പാണ് ഈ കാണുന്നത്. ആ ഷിപ്പിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ നോക്കി മുകളിൽ നോക്കുമ്പോൾ മലയുടെ മുകളിൽ ക്രൈസ്റ്റിൻ്റെ രൂപം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രസീലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്രസീലിൽ. ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഷിപ്പിൽ നിന്നും ടൂർ പോയതാണ്. ഞങ്ങൾ ബ്രസീലിലെത്തിയതെന്ന് പറയുന്നത് ബ്രസീലിയൻ കാർണിവലിൻ്റെ സമയത്തായിരുന്നു. അതിൻ്റെ ഫ്ലോട്ടുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങളുടെ ഗൈഡ് ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല ചെലവ് ഏറിയ പ്ലോട്ടുകളാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രാത്രിയിൽ ഇത് എല്ലാമായിട്ട് ഇവരിവിടെ പ്രദർശനത്തിന് ഇറങ്ങും. അതൊരു നല്ല കാഴ്ച തന്നെയാണ്. പക്ഷേ എൻ്റെ സമയം എനിക്ക് അത് പോയി കാണാനുള്ള അവസരം തന്നില്ല. ഇതൊരു കോമ്പറ്റീഷൻ ആണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ. ജനസംഖ്യയുടെ എണ്ണത്തിൽ 7ാം സ്ഥാനമാണ്, ലോകത്തിൽ 7ാം സ്ഥാനമാണ് ബ്രസീലിനുള്ളത്. ഏകദേശം 213 മില്യൺ ആളുകളാണ് ബ്രസീലിൽ 26 സ്റ്റേറ്റുകളിലായിട്ട് ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടുത്തെ ആളുകൾ ഒരു പ്രത്യേക തരത്തിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് കാർണിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കണ്ട ഒരു ഹൗസിംഗ് ഏരിയയാണ്. ഞങ്ങൾ ക്രൈസ്റ്റ് ദി റിഡീമർ കാണാൻ വേണ്ടിയുള്ള അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഈ റോഡ് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. ഈ കാണുന്നതാണ് ട്രെയിൻ. ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. കൊർക്കവാഡോ എന്നാണ് മൗണ്ടൻ്റെ പേര്. ലോകാത്ഭുതങ്ങളിൽ 7 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഈ ക്രൈസ്റ്റ് ദി റിഡീമർ. മലയുടെ മുകളിലേക്ക് ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇത് മീറ്റർ ഗേജ് പാതയാണെന്ന് തോന്നുന്നു. ചെറിയ നാരോ ട്രെയിനാണ്, ചെറിയൊരു ട്രെയിനാണ്.
ഏകദേശം ഞങ്ങൾ മലയുടെ മുകളിലേക്ക് എത്തി. മുകളിൽ നിന്ന് നോക്കിയാൽ ടോട്ടൽ റിയോ ഡി ജനീറോ മുഴുവൻ കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഞാൻ ഏകദേശം സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തി. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മുന്നിൽ കാണുന്നത്. വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം, അത് സാധിച്ച സന്തോഷത്തിലാണ് ഞാൻ. കൊർക്കവാഡോ മൗണ്ടൈൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണത്. നല്ല ക്രൗഡാണ്. ഈ സ്റ്റാച്ചു കാണാൻ വേണ്ടി നല്ല തിരക്കാണ് എപ്പോഴും. ആൾക്കാർ ഇല്ലാതെ നമുക്കിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാവിലെ 8 മണി മുതൽ ഇത് ഓപ്പണാണ്. രാവിലെ വരുവാണെങ്കിൽ മാക്സിമം ക്രൗഡ് ഇല്ലാതെ നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ കാണാൻ പറ്റും. മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച ഭയങ്കര ഭംഗിയുള്ളതാണ്. റിയോ നഗരം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പലതരത്തിൽ പോസ് ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഈ മൗണ്ടന് ചുറ്റും എസ്പെഷ്യലി ഈ ക്രൈസ്റ്റ് ദി റെഡിമറിൻ്റെ സ്റ്റാച്ചുവിന് ചുറ്റും ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ പറക്കുന്നത് നമുക്ക് കാണാം. അത് ഹെലികോപ്റ്റർ ടൂറ് ഉള്ളതുകൊണ്ടാണ്. എത്ര രൂപയാണ്, എങ്ങനെയാണ് റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാനതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഹെലികോപ്റ്റർ എന്നുള്ളൊരു വ്യൂ എന്തായാലും ഭംഗിയുള്ളതായിരിക്കുമല്ലോ. Caminamos de allá hasta allá. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനങ്ങളിൽ ദൈവം ഇല്ല എന്നൊരു ചിന്ത ഉണ്ടാവാൻ തുടങ്ങി. ഇതുമൂലം ബ്രസീലിലെ കാത്തോലിക് ചർച്ചുകൾക്കൊരു പേടിയുണ്ടാവുകയും ജനങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുകയും ചെയ്തു. ജനങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ദൈവവിശ്വാസം തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയാണ് ഈ പ്രതിമ പണിതത്. ഇതിനുള്ളിൽ ചെറിയൊരു ചാപ്പലൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
റിയോ നഗരത്തിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 9 വർഷം എടുത്താണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 1921 തുടങ്ങിയ പണി 1930കളുടെ അവസാനത്തിലാണ് ഇത് പൂർത്തിയാക്കിയത്. ഇതൊക്കെ ഞങ്ങൾ ഷിപ്പിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ച് പോകാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാനാണ് ഞാൻ വെച്ച്. ഏകദേശം 250ഓളം സ്റ്റെപ്പുകളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതാകുമ്പോൾ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ. എൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി വന്നത് ഞാൻ ലിഫ്റ്റിനായിരുന്നു. താഴെ ലിഫ്റ്റുണ്ട്, അതിനാണ് കയറി വന്നത്. തിരിച്ചെന്തായാലും നടന്നു പോകാമെന്ന് ഓർത്തു. സമയം ഏകദേശം 2 മണിയാവുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ ഈ ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് എന്തായാണല്ലോ. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അദ്ദേഹം ബ്രസീലിലെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരികയായിരുന്നു. തിരിച്ച് ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി. ട്രെയിൻ താഴേക്ക് പതുക്കെ നീങ്ങി തുടങ്ങി. ഇതാണ് ഞങ്ങൾ പോയ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് തിരിച്ചെത്തി. തിരിച്ച് ഞങ്ങൾ ഷിപ്പിലേക്ക് പോവാണ്. ഞങ്ങളുടെ ബസ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ബസ്സിലേക്ക് കയറുന്നു. Okay, what happens? Right here under us goes a river. When the Portuguese arrived here in 1502, they needed fresh water for their ships. പോർച്ചുഗീസിന്റെ കോളനി ആയിരുന്നു ബ്രസീൽ. 1502 പോർച്ചുഗീസുകാർ ബ്രസീലിൽ എത്തിയെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഏകദേശം 300 വർഷത്തോളം അവർ ബ്രസീലിനെ ഭരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞത് ഞാൻ തിരികെ പോകുന്ന വഴിക്ക് ബസ്സിലിരുന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസാണ്. നിങ്ങൾ കാണുന്നതെല്ലാം ബ്രസീലിയൻ കാർണിവലിൻ്റെ സെലിബ്രേഷൻസ് നടക്കുന്നതാണ്. എല്ലായിടത്തും നല്ല തിരക്കാണ്, നല്ല ക്രൗഡഡ് ആണ്. ഇവിടുത്തെ കെട്ടിടങ്ങളും ജീവിത രീതിയും എല്ലാം ഒരു പോർച്ചുഗീസ് സ്റ്റൈലാണ്.
ബസ്സിലിരുന്ന് കണ്ട ചെറിയൊരു ഫൈറ്റാണ് ഈ കാണുന്നത്. ആളുകൾക്കൊക്കെ വസ്ത്രം വളരെ കുറവാണ്. കാർണിവലിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഇവിടെ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. That's the way the Portuguese built everything. If you were already in Portugal, you're gonna see the same kind of architecture. They always did that. A shop on the ground and they would live on top of the shop. So this is because ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് പോർച്ചുഗീസ് കോളനി ആയിരുന്നല്ലോ ബ്രസീൽ. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ കെട്ടിട നിർമ്മാണത്തെ പറ്റിയും അതിൻ്റെ ഒരു രീതികളെ പറ്റിയാണ് പറഞ്ഞത്. അവരെപ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് താഴത്തെ നിലയിൽ ഷോപ്പുകളും കടകളും മുകളിലത്തെ നിലയിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും. അവരുടെ ഒരു പോർച്ചുഗീസ് നിർമ്മാണം എന്ന് പറയുന്നത് അങ്ങനെയാണ് എപ്പോഴും. that guy was great. My next job, I will be traffic controller. Okay, I got a job. ഞങ്ങൾ ഓൾമോസ്റ്റ് ഷിപ്പിലെത്താറായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷിപ്പിലെത്തി. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.